ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ ദൈവവചന കേൾവിക്കായി കാതോർത്തിരിക്കുന്ന എല്ലാ വിശുദ്ധരെയും ക്രിസ്തീശുവിൽ ഞാൻ സ്നേഹവന്ദനങ്ങൾ ചൊല്ലുന്നു. പ്രഭാത ധ്യാനത്തിനായി പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച വാക്യം ഞാൻ വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ മാത്രം പ്രവർത്തികൾ കൊണ്ട് നിറയപ്പെട്ടൊരു പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തികൾ. ശിഷ്യന്മാർ കടന്നുപോയ സ്ഥലങ്ങളിൽ എങ്ങനെയൊക്കെ പ്രതികൂലങ്ങൾ, ഇരുട്ടിൻ്റെ ശക്തികൾ തുടങ്ങിയോ, ആ ഇരുട്ടിൻ്റെ ശക്തിയെ മറികടന്നുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി ദൈവം തൻ്റെ ദാസന്മാരെ അഭിഷേകത്താൽ നിറയ്ക്കുവാനിടയായി. അപ്പോസ്തല പ്രവൃത്തി 10:38 തിരുവചനം പറയുന്നു, നസറനായ യേശുവിൻ്റെ ദൈവം പരിശുദ്ധാത്മാവിനാൽ ശക്തിയാൽ ദൈവം നിറച്ചു. തൻ്റെ ദൈവികമായ നിർവഹണത്തിനു വേണ്ടി ദൈവത്താൽ നിറയപ്പെട്ട പരിശുദ്ധാത്മാവ് പകർന്നു കൊടുക്കുന്ന ഒരനുഭവമാണത്. ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ദൈവത്തിന് മുഴുവൻ മഹത്വവും കൊടുത്തുകൊണ്ട് നമ്മുടെ പ്രവർത്തന സ്ഥലങ്ങളിൽ, നമ്മളെ ആക്കി വെച്ച മണ്ഡലങ്ങളിൽ കർത്താവിന് മുഴുവൻ മഹത്വവും കൊടുക്കുവാൻ നാം തയ്യാറാകണം. പ്രിയരെ, കർത്താവിൻ്റെ സന്നിധിയിൽ ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രബോധിപ്പിക്കുന്നത്, ഈ ലോകത്തിൻ്റെ ഒരറ്റം മുതൽ മററ്റം വരെ കർത്താവിൻ്റെ നാമത്തിൻ്റെ വ്യാപ്തിക്കായി നിൽക്കുന്ന ഓരോ അഭിഷക്തന്മാരോടും പരിശുദ്ധാത്മാവിനുള്ള ദൂതാണ്, നിങ്ങൾ ശക്തി ലഭിച്ചു കഴിഞ്ഞാൽ യു ഷുഡ് മൂവ് ഫോർവേഡ്. നാം മുന്നോട്ട് പോകുവാൻ തയ്യാറാകണം. ഭയപ്പാടിലല്ല, വിറയലോടെയല്ല. പൈശാചിക ശക്തികൾ എന്തുമാത്രം പ്രബലമായി പ്രതികൂലങ്ങൾ അഴിച്ചുവിട്ടാലും ആ പ്രതികൂലങ്ങളെ തകർത്ത് ദൈവത്തിൻ്റെ കൃപയിൽ നമ്മെ മറച്ച് നമ്മുടെ ജീവന് കേടുവരാതെ നമ്മളെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മളെ നടത്തുവാൻ മതിയായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയുടെ അറ്റത്തോളം പോകുവാൻ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് പ്രാപിച്ചിട്ട് നഷ്ടപ്പെടുത്തിയ എത്രയെത്ര ദൈവത്തിൻ്റെ അഭിഷക്തന്മാർ, വിശ്വാസികൾ നമ്മുടെ കൺമുമ്പിലുണ്ട്. പരിശുദ്ധാത്മാവിന് മുഴുവൻ മഹത്വവും കൊടുക്കാതെ ശുശ്രൂഷിക്കുന്ന എത്ര പേരുണ്ട്. പക്ഷേ ഇന്ന് പകൽക്കാലം ദൈവപാദപീഠത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, യാഗപീഠത്തോട് ചേർത്ത് യാഗവസ്തുവിനെ കെട്ടുന്നത് പോലെ ആ കർത്താവിനോട് ചേർന്ന് നിന്ന്, ആ ക്രൂശിനോട് ചേർന്ന് നിന്ന് പറയാം, കർത്താവെ, ഒരിക്കൽ കൂടെ ആ ആത്മാവിൻ്റെ ശക്തിയാൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ. ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്കായി എൻ്റെ മേൽ അങ്ങയുടെ അഭിഷേകത്തെ ദൈവം പകരണമേ എന്ന്. യേശുവിൻ്റെ മരണശേഷം ശിഷ്യന്മാർ ചിതറപ്പെട്ട ഒരനുഭവത്തിൽ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയ്ക്കായി കൂടിയിരുന്ന, ഇനി എങ്ങനെ ചെയ്യണം, എന്തു ചെയ്യണം, എവിടെ പോകണം എന്നൊന്നും ഒരു പിടിക്കുമില്ലാതെ തകർന്ന ഹൃദയത്തോടെ, ഒരു ഗൈഡൻസ് നഷ്ടപ്പെട്ടതുപോലെ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ, അവരുടെ നടുവിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അവർ എഴുന്നേറ്റു. അവർ ശക്തിയോടെ ദൈവത്തിൻ്റെ ശുശ്രൂഷ നിവർത്തിപ്പാനിടയായി. ഇന്ന് പകൽക്കാലം നാം ദൈവപാദപീഠത്തിൽ നമ്മുടെ ശുശ്രൂഷ ഒരുപക്ഷെ പ്രാർത്ഥനയായിരിക്കാം, ഒരുപക്ഷെ സാമൂഹികമായി മറ്റുള്ളവരെ കൈത്താങ്ങുന്ന ഒരു ശുശ്രൂഷയായിരിക്കാം, മറ്റ് രോഗികളെ ശുശ്രൂഷിക്കുന്നവരായിരിക്കാം, സഹായങ്ങൾ എത്തിക്കുന്നവരായിരിക്കാം. എന്തു തന്നെ ആയിക്കോട്ടെ, അതിൻ്റെ നടുവിൽ ദൈവാത്മാവെ എന്നെ ഒന്ന് ശക്തീകരിക്കണമേ,
എന്നെ ഒന്ന് ബലപ്പെടുത്തണമേ എന്ന് നാം പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന് നമ്മെ നിറച്ച് നമ്മുടെ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി ഉപയോഗിക്കുവാൻ നമ്മുടെ കർത്താവ് മതിയായ ദൈവമാണ്. പ്രിയമുള്ളവരെ, കർത്താവിനോട് പറയാം, ആ ദൈവിക വാഗ്ദത്തം എൻ്റെ മേലൊന്ന് പകരണമേ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിൽ, യഹൂദ്യയിൽ, എല്ലായിടത്തും, ശമരിയിലും, ഭൂമിയുടെ അറ്റത്തോളം അങ്ങയുടെ സാക്ഷിയാകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്നെ ഒന്ന് നിറയ്ക്കണമേ. ദൈവപാദപീഠത്തിൽ സമർപ്പിക്കാം. ദൈവമായ കർത്താവ് നമ്മെ നിറയ്ക്കട്ടെ. അതിനായി ഒരുങ്ങാം. ഗാഡ് ബ്ലസ് യു. താങ്ക് യു.